Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും അരിപ്പൊടി വാങ്ങുന്നതൊക്കെ കടകളിൽ നിന്നാണ്. പല ബ്രാൻഡൊക്കെ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ വാങ്ങുന്നതും. എന്നാൽ ഈ അരിപ്പൊടി വീട്ടിൽ കുറച്ച് സമയത്ത് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് അരിപ്പൊടി വീട്ടിൽ തന്നെ മായങ്ങൾ ഒട്ടും ചേരാത്ത അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒട്ടും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള അരിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് 250 ml കപ്പിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് റൈസ് വേണമെങ്കിലും എടുക്കാം. പച്ചരി എടുക്കാം, ഇഡ്ഡലി റൈസ് എടുക്കാം, ബസ്മതി റൈസ് വരെ എടുക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കൊക്കെ. ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് നോക്കണം. ദോശ ഇഡ്ഡലിക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഈ ഒരു കപ്പുള്ള അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുമുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് നമുക്ക് ഇതൊരു ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അല്ലാതെ ഒരു രാത്രി മുഴുവൻ കുതിരാൻ വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് 1 മണിക്കൂർ ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വരാം. അപ്പോൾ അതവിടെ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് രണ്ടായിട്ട് പൊടിയുന്നത് കാണാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിവ് കേട്ടോ. 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് ഞാനൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കോട്ടൺ തുണിയിൽ, ഞാനിപ്പോൾ ഒരു ടവൽ പോലത്തെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ. ആ തുണിയിൽ നല്ലതുപോലെ ഒന്ന് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കണം. അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് ഫാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു 20-25 മിനിറ്റിനകത്തൊക്കെ ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചെന്ന അരമണിക്കൂർ കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. ഞാനിവിടെ ഫാൻ വെച്ചിട്ടാണ് ഉണക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ നല്ലതുപോലെ തന്നെ പരത്താം. എങ്കിലാണ് ഈ അരിയിലത്തെയൊക്കെ വെള്ളം ഈ ഒരു ടവലിലൊക്കെ കയറി ഇറങ്ങത്തുള്ളൂ. എന്നാലാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതവിടെ ഒരു 20-25 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഉണങ്ങിയോന്ന് അറിയാനായിട്ട് നമ്മൾ ഈ കൈ അരിയിൽ മേലൊന്ന് വെക്കുക. അപ്പോൾ കയ്യിൽ ഇതുപോലെ ഒട്ടിയിരിക്കണം, എന്നാൽ ഒരു തരി വെള്ളം പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇപ്പം ഞാനിതാ കയ്യിൽ ഒന്ന് ആ അരിയെല്ലാം താഴേക്കിട്ട് കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ ഒരു തരി വെള്ളമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം. ഒന്ന് തൊടുക, എന്നിട്ട് നമ്മളൊന്ന് അരിയൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കണം. അല്ലാതെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയി കഴിഞ്ഞെന്നാൽ അത് നൈസായിട്ട് പൊടിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ജാറിനകത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല പൊടിക്കണേന് കേട്ടോ. നമ്മുടെ നല്ലതുപോലെ ഒരു നമുക്കറിയാമല്ലോ അരിപ്പൊടിയുടെ ഒരു പരുവം നല്ല നൈസാവുന്നത് വരെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. നല്ല നൈസ് പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്ത അരിപ്പൊടി സൂക്ഷിച്ച് വെക്കുമ്പോഴാണ് അത് ഒത്തിരി നാൾ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൂപ്പൽ പിടിച്ചൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് വറുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അതല്ല, വറുക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു ചില്ലും കുപ്പിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അന്നേരം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വറുത്ത് ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ വറുത്തിട്ടാണ് ഞാൻ ബോട്ടിലിൽ ഇട്ട് വെക്കുന്നത്. അപ്പം ഞാൻ വറുക്കാൻ നോക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ അരിപ്പൊടി ഇടാവൂ കേട്ടോ. അപ്പോൾ ഇത് ആ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടി എല്ലാം ഇട്ട് ഞാൻ നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു നിറം പതുക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ അരിപ്പൊടിയുടെ നിറമൊക്കെ പതുക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പേപ്പറിനകത്തോട്ട് ഒന്ന് മാറ്റാം. നല്ലതുപോലെ ഒന്ന് ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടെ ഒരിക്കലും നമ്മൾ ഒരു കുപ്പിക്കകത്തൊന്നും ഇട്ട് വെച്ചേക്കരുത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒരു കോട്ടൺ തുണിയും കൂടി ഇട്ടിട്ട് ഉണക്കാനിടാം കേട്ടോ. കാരണം ന്യൂസ് പേപ്പറിൽ ഇടുന്നത് ഞാൻ പലവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ള ആ കെമിക്കൽസൊക്കെ, നമ്മൾ ആ ലെറ്റർ എഴുതാനുള്ള കെമിക്കൽസൊക്കെ പെട്ടെന്ന് അരിപ്പൊടിയിലൊക്കെ പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അതിന് പകരം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബട്ടർ പേപ്പർ എടുക്കാം, പാഷ്മെൻറ്റ് പേപ്പർ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും അതിൻ്റെ മേലെ നമുക്കൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു തുണി ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ചൂട് ആറ്റിയെടുക്കാം. അപ്പം ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയിടാണ്, പെട്ടെന്നൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇതവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അരിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അരിക്കണം. നമുക്കിതൊരു 1-2 തവണ നമുക്ക് അരിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു തവണയേ അരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആ ചൂടൊക്കെ ആറിയിട്ടുള്ള അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാ അരിപ്പൊടിയെല്ലാം അരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഇങ്ങനെ ഇതുപോലെ കട്ട പിടിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ മിക്സിയിലൊന്ന് അടിച്ച് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 തവണ ഇതുപോലൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള അരിപ്പൊടിയുടെ തരികൾ ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റൈസ് പൗഡർ ഇവിടെ റെഡിയാണ്. ഇതിനകത്ത് ഒരു മായവും നമ്മൾ ചേർത്തിട്ടില്ല, ഒരു പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ല. നമ്മളൊരു അരമണിക്കൂർ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നല്ല ഇതുപോലത്തെ നല്ല ഫൈനായിട്ടുള്ള ഒരു അരിപ്പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഇനി ഇത് നമുക്കൊരു ചില്ലും കുപ്പിക്കകത്ത് വേണം ഇട്ട് വെക്കാനായിട്ട്. എന്നാലാണ് അത് കൂടുതൽ നാളും നിൽക്കുകയുള്ളൂ. ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് ഇട്ട് വെക്കുന്നതിനേക്കാളും ചില്ലും കുപ്പിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ ചില്ലും കുപ്പിക്കകത്താണ് ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ അരിപ്പൊടി ഇവിടെ റെഡിയാണ്. നമുക്കിത് വെച്ചിട്ട് ഇത് പുട്ട്, അപ്പം, ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും വളരെ സോഫ്റ്റായിട്ട് ഒട്ടും മായം ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയേണ്ടത് അല്ലേ. നമ്മുടെ കൺമുന്നിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഇതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടതും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.